ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയും ഡോക്ടറും താൻ ഗർഭിണിയല്ലെന്ന സത്യം തൻ്റെ വായ കൊണ്ട് തന്നെ പറയുന്നത് ഒരാൾ വീഡിയോ ആക്കി എടുക്കുന്ന ആ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പ്രണവ് ചെക്കപ്പിന് പോവാനായി ശിവാനി നമുക്ക് ഡോക്ടറുടെ അടുത്തോട്ട് പോവാ എന്ന് പറയുമ്പോൾ ശിവാനി അയ്യോ ഇന്ന് ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം ശിവാനിക്ക് പ്രണവിന്റെ കൂടെ തന്നെ പോവേണ്ടി വരികയാണ് കേട്ടോ. അപ്പൊ ഈ സമയം പ്രണവിന് പോവാൻ ഒഴിവില്ലെന്ന് പ്രണവ് അവിടെ പറയുന്നുണ്ട്. ഇതേ സമയം പാറു കൂടെ വരാം എന്ന് ശിവാനിയോട് പറയുമ്പോൾ ശിവാനിക്ക് പേടിയാവണം കേട്ടോ. ഈശ്വര, പ്രണവ് എന്ന് പറയുന്നവൻ ഒരു പൊട്ടനാണ്, അവനെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം. എന്നാൽ അതുപോലെയല്ല പാറുവിന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും കള്ളത്തരം എൻ്റെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ പ്രണവ് എന്നെ നല്ലത് എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. പിന്നീട് പ്രണവിനോട് ചെന്നിട്ട് പറയണേ, പ്രണവ് എനിക്ക് ഒപ്പം നീ വരുമോ? അമ്മയൊക്കെ കൂടെ വരുമായിരിക്കും, നിന്റെ അമ്മ ആൻറ്റിയൊക്കെ വരുമായിരിക്കും, പക്ഷേ എനിക്ക് നീയാണ് വേണ്ടത്. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എൻ്റെ കൂടെ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും വരേണ്ടത് എന്നിങ്ങനെ പ്രണവിനോട് പറയുമ്പോൾ പ്രണവ് ആ വാക്കുകളിൽ അങ്ങ് വീണു പോയിട്ടോ. അങ്ങനെ പ്രണവ് ശരി ശിവാനി ഞാൻ വന്നേക്കാം, എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളുടെ ഒക്കെ തിരക്കാണ്, കോഫി ഷോപ്പ് തുടങ്ങിയല്ലേ, അപ്പൊ അതിൻ്റെതായ തിരക്കുകളുണ്ട്, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ വരുന്നെന്ന് പറയാം കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ എത്താണ്. അങ്ങനെ അവർ ഡോക്ടറുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഈ സമയമാണെങ്കിൽ പിറകിൽ ഇങ്ങനെ മിഥിൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ശിവാനി കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശിവാനി ഹോസ്പിറ്റലിന്റെ പടി ചോട്ടുമ്പോൾ ഇനിയും ആ കള്ളങ്ങൾ പറയണ്ടേ, മാലിനി ഡോക്ടർ എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഇനിയും ഞാൻ രക്ഷപ്പെട്ടോ. മാലിനി ഡോക്ടർ എപ്പോഴും എന്റെ കൂടെ നിൽക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഡോക്ടറുടെ വായിൽ നിന്ന് എപ്പോഴാണാവോ ഇത് വീഴുക എന്ന പേടിയോടുകൂടിയാണ് ശിവാനി വരുന്നത് കേട്ടോ. അങ്ങനെ ശിവാനിയുടെ സിസ്റ്ററെ കാണുകയാണ്. അപ്പൊ സിസ്റ്ററെ കാണുമ്പോൾ ശിവാനിയോട് പറയണ മാലിനി ഡോക്ടർ നല്ല ബിസിയിലാണ്, യാമിനി ഡോക്ടറെ കണ്ടാൽ മതിയോ എന്ന് ചോദിക്കാണ്. എന്നാൽ മിഥുൻ ഇത് പിറകിൽ നിൽക്കുന്നുണ്ട്. ഇവളെന്തിനാ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്, ഇനി ഇവളെന്തിനാ ആയിരിക്കും എത്തിയിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടി മിഥുൻ പ്രണവിനെയും ശിവാനിയും പിന്തുടർന്ന് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ശിവാനി മിഥുനെ കണ്ടിട്ടില്ല. ആ സമയം ഇങ്ങനെ സിസ്റ്റർ ഈ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയുന്ന എന്തായാലും എൻ്റെ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ലീവ് എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ മാലിനി ഡോക്ടറെ കാണാൻ പറ്റില്ലെങ്കിൽ യാമിനി എങ്കിൽ യാമിനി എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി മറ്റൊരു ഡോക്ടറെ കാണാമെന്ന് പറയണം. ഈ സമയം ശിവാനി ഒന്നും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, ആ ഡോക്ടറാണ് എനിക്കൊപ്പം നിൽക്കുന്നത്. വേറെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ തീർച്ചയായും ഒരു കുഞ്ഞില്ലെന്ന സത്യം ഇവനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്നെ കറിവേപ്പില പോലെ അങ്ങ് വലിച്ചിടും. അതിലും നല്ലത് അത് ഒഴിവാക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഡോക്ടറെ കണ്ടാൽ മതി എന്ന തീരുമാനം പറഞ്ഞേക്കാം എന്ന് കരുതി അത് പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് തുടരാൻ കേട്ടോ. അപ്പോൾ സിസ്റ്റർ അങ്ങ് നീങ്ങിയിട്ടുണ്ടാവും. സിസ്റ്റർ എനിക്ക് ഞാൻ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കണ്ടാൽ മതി, എത്ര തിരക്കാണെങ്കിലും ഡോക്ടർ ഒന്ന് പരിശോധിക്കില്ലേ, അതുകൊണ്ടാവും കുറച്ച് നേരം വഴുകുന്നുള്ളൂ, അത് കുഴപ്പമില്ല, ഞാൻ കാത്തിരുന്നോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശിവാനിയുടെ മുഖത്ത് മൊത്തത്തിലൊരു പരവേശം ഇങ്ങനെ മിഥുന് തോന്നണം. ഇവളെന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട്. ഇവളുടെ ഭർത്താവിനെ കിട്ടിയിട്ടും ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിട്ടും അവനെ ഇവൾ പറ്റിച്ച് ജീവിക്കുക തന്നെയാണ്. കാരണം എന്നായിട്ട് ഒരുപാട് കാലം അങ്ങനെ നടന്നവളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ പിന്തുടർന്ന് എന്തെങ്കിലും തനിക്കൊരു തുറപ്പിച്ചിട്ട് കിട്ടും, അത് ഉറപ്പാണ് എന്നിങ്ങനെ മിഥുൻ ചിന്തിക്കണം. ഈ സമയമാണ് സിസ്റ്റർ വന്ന് പറയുന്നത്, ശിവാനി നിന്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, നിന്നെ ഡോക്ടർ ചെക്കപ്പിന് വിളിക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ശിവാനി അകത്തോട്ട് കയറുമ്പോൾ ശിവാനിക്ക് സമാധാനമാവുന്നുണ്ട്. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഡോക്ടറുടെ അടുത്തോട്ട് പോയാൽ ഞാൻ പിടിക്കപ്പെടില്ലല്ലോ, കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. പ്രണവിനെയും തട്ടിച്ചും വെട്ടിച്ചു. അങ്ങനെ ശിവാനി ഡോക്ടറുടെ റൂമിലോട്ട് കയറണം കേട്ടോ. എന്നാൽ പുറത്ത് മിഥുനാണെങ്കിലോ ആ ഡോക്ടറുടെ റൂമിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക, എന്തിനായിരിക്കും ഇവള് വന്നിട്ടുണ്ടാവുക. ഇവളുടെ മുഖത്ത് എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ ഉറപ്പാണ്, എങ്ങനെ അറിയാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് മിഥുൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടറോട് പ്രണവ് ഇങ്ങനെ ഡോക്ടറെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്, ഞാൻ ചെക്കപ്പിന് എല്ലാ മാസവും എനിക്ക് ഇവളുടെ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്, ഇവൾക്കും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അത് കേൾക്കുന്ന ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശിവാനി ഇങ്ങനെ തുറിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ശിവാനി ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ശിവാനി പറയുന്നത്. അപ്പോൾ ഈ സമയം വീണ്ടും പ്രണവ് ഇങ്ങനെ പറയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണം ഡോക്ടർ, ഇവിടെ ഒരു ചെക്കപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ്, മാസം ചെക്കപ്പ്. ഡോക്ടർ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പോലും ഓർമ്മ വന്നത്. അത് കേൾക്കുന്ന ഡോക്ടർ ഞാനോ എന്ന് ചോദിച്ച ഉടനെ തന്നെ ശിവാനി ഡോക്ടർ ഇന്നലെ എനിക്ക് വിളിച്ചില്ലേ ഡോക്ടറുടെ ചെക്കപ്പിന് വരണം എന്നൊക്കെ, അപ്പം CKC ആണ് വിളിച്ചിരിക്കുന്നത് എന്ന് പറയാൻ അവിടെ ശിവാനി ഒരു കള്ളം പറഞ്ഞതാണല്ലോ പ്രണവിനോട്. അപ്പോൾ പ്രണവ് വെളിപ്പെടുത്താണ്. അപ്പോൾ തന്നെ ഡോക്ടറുടെ ഇങ്ങനെ ശിവാനി കണ്ടുകൊണ്ട് കാണിക്കും, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു, ഞാൻ ഒരുപാട് തിരക്കായതുകൊണ്ട് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ ഓർമ്മയില്ല, അതെല്ലാം മറന്നു പോകുന്നു. അത് കുഴപ്പമില്ല ഡോക്ടർ, ഞാനൊരു ബിസിനസ്മാൻ ആണ്, അതുകൊണ്ട് തന്നെ എനിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രണവ് പറയണ കേട്ടോ.
അപ്പോൾ ഉടനെ തന്നെ പ്രണവ് പറയണ എന്തായാലും എൻ്റെ ഭാര്യയെ ചെക്കപ്പ് ചെയ്യും ഡോക്ടറെ എന്ന് പറയണം. ശരി ശിവാനി വാ ചെക്കപ്പിന് പോവാ എന്ന് പറഞ്ഞ് ശിവാനിയെ വിളിക്കുമ്പോൾ പ്രണവ് പറയണ ഞാനും കൂടെ വരുന്നു, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം അതിയായ ആഗ്രഹം, സ്കാനിങ്ങിലൂടെ എന്തായാലും അത് കാണാൻ പറ്റുമല്ലോ, അവളാണെങ്കിലും അവനെയാണെങ്കിലും ഒരു നോക്ക് എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ ഇരുന്നോടത്ത് തന്നെ ഡോക്ടറും ശിവാനി ഇരിക്കുന്നു കേട്ടോ. ഈശ്വര പെട്ടല്ലോ, ഇവരോട് എന്ത് പറയുന്ന ആലോചിച്ച് ഡോക്ടറും ശിവാനി ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ശിവാനി ഇനി എന്ത് ചെയ്യുമെന്ന് ആ പതർച്ചയിൽ നിൽക്കുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയണം, പ്രണവ് ഈ സമയം കുഞ്ഞിൻ്റെ രൂപമായിട്ടില്ലല്ലോ, 1 മാസം അങ്ങ് തെറ്റി വരുന്നേയുള്ളൂ, അതുകൊണ്ട് തന്നെ കാത്തിരിക്ക്, എന്തായാലും 2-3 മാസം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ രൂപമായി കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും നിൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഈ ഒരു ക്യാമറയിലൂടെ കാണിച്ചു തരും, അതായത് ഈ ഒരു ഇതിൽ കാണിച്ചു തരുമെന്നിങ്ങനെ ശിവാനി പ്രണവിനോട് ഇങ്ങനെ പറയണ്ട. അപ്പോൾ ശിവാനി ഈശ്വര രക്ഷപ്പെട്ടു, എന്തായാലും ഇവന് ഇങ്ങനെ പറയാൻ തോന്നിയത് നന്നായി, ഈ ഡോക്ടർക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് നന്നായി എന്ന ആശ്വാസത്തിൽ ശിവാനി ഇങ്ങനെ നെഞ്ചത്ത് കൈവെക്കാണ്. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ ഇങ്ങനെ തുറച്ച് നോക്കണം കേട്ടോ. ശിവാനിയെ ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് പറയണേ വാ ചെക്കപ്പിന് നടക്കുക എന്നും പറയണേ. അങ്ങനെ ശിവാനിയെയും കൊണ്ട് ഡോക്ടർ പുറത്ത് റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ആ റൂമിൽ തന്നെ പരിശോധിക്കില്ല, അങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നീട് ഒരു ഒഴിഞ്ഞ റൂമായിരിക്കും, അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറ്റാണ്. എന്നാൽ ആ ഒരു റൂമിന് ഐസിയുലോട്ട് നോക്കുന്നത് പോലെ ഒരു ഗ്ലാസ് ഉണ്ടാവും കേട്ടോ, അത് ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ആ ഒരു ചെറിയൊരു ഡോർ ഇങ്ങനെ ചെറുതായി തുറന്നു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മിഥുൻ ഇവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി മിഥുൻ ഇവരുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്, അതായത് മിഥുൻ്റെ മുന്നിലൂടെ ശിവാനിയും ഡോക്ടറും കടന്നു പോകുന്നുണ്ട്. മിഥുൻ ഇങ്ങനെ പെട്ടെന്ന് ഫോണിൽ സംസാരിക്കുന്നത് പോലെ അങ്ങ് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശിവാനി അത് കാണുന്നില്ല. ശിവാനിയുടെ ഉള്ളിൽ ആകെ ടെൻഷനാണ്. അങ്ങനെ ഡോക്ടർ ആ റൂമിലോട്ട് കയറ്റും മിഥുൻ ഇങ്ങനെ ഇവരുടെ പിന്നാലെ പോവാണ്. പിന്നീട് ഈ ഡോർ ഇങ്ങനെ പതുക്കെ തുറന്നു വെച്ച് ഇങ്ങനെ ആ ഒരു ഇതിലൂടെ ഇങ്ങനെ നോക്കണേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ ശിവാനിയോട് അങ്ങ് ദേഷ്യപ്പെടാണ്. എന്താണ് കുട്ടി നീ കാട്ടി വെക്കുന്നത്, ഒരു കള്ളത്തരത്തിന് ഞാൻ നിനക്ക് കൂട്ടുനിന്നു, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ജോലിക്ക് നിരക്കാത്ത പരിപാടിയാണ് ഞാൻ ഈ ചെയ്തും കൊണ്ടിരിക്കുന്നത്, എന്നിട്ടും നീ ഇത് ആവശ്യപ്പെട്ടപ്പോൾ നിന്റെ ജീവിതം നല്ല ഭദ്രമായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് നിനക്കൊപ്പം നിന്നത്, എന്നിട്ടിപ്പോൾ നീ നിന്റെ ഭർത്താവിനെയും കൂട്ടി വിട്ടുവേഷം കെട്ടിക്കാൻ വേണ്ടി എന്തിനാണ് നീ വന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ ശിവാനി പറയണം, എൻ്റെ ഡോക്ടർ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഭർത്താവിന് എൻ്റെ കുഞ്ഞിൻ്റെ ചെക്കപ്പിന് വരുമ്പോൾ അയാളെ സംബന്ധിച്ച് അയാളുടെ കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് എന്നൊരു തോന്നലാണല്ലോ, അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ ഇല്ലാത്ത കുഞ്ഞ് എങ്ങനെ ഉണ്ടാവാനാണ്. അത് കേൾക്കുന്ന മിഥുനാകെ ഞെട്ടിപ്പോവാണ്. പിന്നീട് മിഥുൻ ഒന്നും നോക്കില്ല, തൻ്റെ മൊബൈലിൽ ആ ക്യാമറയിൽ അങ്ങ് പകർത്തഴിട്ടോ. അങ്ങനെ ഡോക്ടർ പറയണേ ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടി നീ എന്തിനാ ചെക്കപ്പിന് വരുന്ന, ആളെ ഒരുമാതിരി കളിയാക്കുന്ന ഒരു രസമുണ്ട്, നിനക്ക് ഒറ്റയ്ക്ക് ചെക്കപ്പിന് വന്നാൽ പോരെ. അത് കേട്ടോടെ തന്നെ ശിവാനി പറയണ അയ്യോ എൻ്റെ കൂടെ എൻ്റെ അമ്മായിയമ്മ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവരെ ഒഴിവാക്കി ഞാൻ എങ്ങനെയൊക്കെ പ്രണവിനെ കൊണ്ടുവന്ന, ഇവനെ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് തട്ടുമാറ്റിയേക്കാം, പക്ഷെ അവരെ ഒന്നും മാറ്റാൻ പറ്റില്ല, അവർക്കൊക്കെ ഒരു ഡെലിവറിയിൽ എന്തൊക്കെ ഉണ്ടാവും, അതായത് ഒരു പ്രഗ്നൻസിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് അവർക്കറിയാം, അതുകൊണ്ട് തന്നെ അവരെ മാറ്റാൻ പറ്റില്ല എന്ന് പറയട്ടോ. അപ്പൊ ഇതെല്ലാം കേൾക്കാണ് മിഥുൻ. അങ്ങനെ ശിവാനി ഗർഭിണിയല്ല, ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞില്ല, പ്രണവിനെ പൊട്ടനാക്കാണ്, പ്രണവ് ഒരു പൊട്ടനാണ് എന്നുള്ളതൊക്കെ ശിവാനിയുടെ വായ കൊണ്ടും ഡോക്ടറുടെ വായ കൊണ്ടും പറയുന്നത് മിഥുൻ എന്ത് ചെയ്യുന്നത് തൻ്റെ മൊബൈലിൽ പകർത്തുകയാണ് കേട്ടോ. അങ്ങനെ മിഥുന് പിന്നീട് രക്ഷപ്പെട്ടു, ഈശ്വരൻ എല്ലാം കൈവിട്ടു പോയി എന്ന ആ ഒരു ഇതിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു തെറിപ്പിച്ചിട്ട് കിട്ടി, ഇനി ഇവളെ അങ്ങ് വെറുതെ വിടാൻ പാടില്ല, ഇവളെ വെറുതെ വിടത്തൂല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ വാ അധികം സംശയത്തിന് ഇട കൊടുക്കണ്ട വാ പോവാമെന്നും പറഞ്ഞ് ഡോക്ടർ ശിവാനിയെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മിഥുൻ വീണ്ടും തിരിഞ്ഞു നിൽക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് ആ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. പ്രണവിനോട് വന്നിട്ട് പറയണ കുഴപ്പമൊന്നുമില്ല, ആ മാസമല്ല ചെക്കപ്പ് ചെയ്താൽ മതി, അത്യാവശ്യം മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രണവ് പറയണേ ഇവള് മരുന്നൊന്നും കഴിക്കത്തില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയണേ. എന്താ ശിവാനി നീ ഒരു ഗർഭിണിയായ ഒരു പെണ്ണല്ലേ, അപ്പോൾ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ, അത്യാവശ്യം പക്കത്തൊക്കെ നിനക്കായില്ലേ, നിന്റേതായ കാര്യങ്ങൾ നീ നോക്കണം. ആയിക്കോട്ടെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ആശ്വാസത്തോടു കൂടി നെഞ്ചത്ത് കൈവച്ച് ഇറങ്ങുമ്പോൾ തനിക്ക് ഇപ്പുറത്ത് വലിയൊരു ഭാര വരാൻ കിടക്കുന്നുണ്ടെന്ന് ശിവാനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ശിവാനി തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ്. ഈ സമയമാണെങ്കിൽ പ്രണവ് തൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ലാപ്പിൽ തൻ്റെ കോഫി ഷോപ്പിൻ്റെ ആ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ശിവാനി വളരെ ടെൻഷനോടുകൂടി മുന്നിലൂടെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ക്ഷീണിതയായി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രണവിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് ശിവാനി പിറകിലോട്ട് ഇങ്ങനെ പോയി നിറവയറോടുകൂടി തൻ്റെ ഭാര്യ മുന്നിലൂടെ പോകുന്ന ആ രംഗം ആലോചിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശിവാനി
പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. എന്താടാ, എന്തിനാ നീ ചിരിച്ചത് പ്രണവ്? നീ എന്താ ആളെ കളിയാക്കിയാണ്? അല്ല, നീ ഗർഭിണിയായി നടന്നു പോകുന്ന ആ ഒരു ഫീൽ എൻ്റെ കൺമുന്നിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. നീ നിറവേറോട് കൂടി നിൽക്കുന്ന ആ ഒരു ഇത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഒരു അവസ്ഥ എത്ര പറഞ്ഞാലും ഇവനെ അറിയില്ലല്ലോ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞില്ലെന്ന്. ഇവനൊരു പൊട്ടനായത് കൊണ്ട് തന്നെ എനിക്ക് നിലനിൽപ്പുണ്ട് എന്ന് ശിവാനി ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് നീ ഒരു വയറ് വീർത്ത് കഴിഞ്ഞാൽ എൻ്റെ മോളാണോ മോനാണോ എനിക്കറിയത്തില്ല, എങ്കിലും കൂടി അച്ഛൻ്റെ കുഞ്ഞാണല്ലേ ഈ വയറ്റിൽ കിടക്കുന്നത്. അച്ഛൻ്റെ കുഞ്ഞിനെ കാണാൻ അച്ഛന് തിരക്കായി, അച്ഛൻ കാത്തിരിക്കുകയാണ്, ഇനിയും മാസങ്ങൾ കാത്തിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ ശിവാനി ഇളി പോയതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം പ്രണവ് പറയണ ഒത്തിരി വൈകി, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി വരാം എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രണവ് ബാത്റൂമിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോൾ ശിവാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇല്ലാത്ത കുഞ്ഞും ഉണ്ടെന്ന് വിചാരിച്ച് ഇവൻ നടക്കുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് ഇവന് മുന്നിൽ എന്തുത്തരം ഞാൻ നൽകുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രണവിന്റെ വിളി വരുന്നു. പ്രണവ് പറയാണ്, ശിവാനി ടർക്കി എടുക്കാൻ ഞാൻ മറന്നു, ആ ടർക്കി ഒന്ന് എടുത്തു തരുമെന്ന് പറയണം. അതിനെന്താ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഷെൽഫ് തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഷെൽഫിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന മിഥുനായിരിക്കൂട്ടോ. മിഥുനെ കാണുന്നതിനോടുകൂടി ശിവാനി അങ്ങ് ഞെട്ടി നിൽക്കണം. ഇതേ സമയം നീ ഞെട്ടിയോ? എന്തിനാണ് നീ എൻ്റെ ബെഡ്റൂമിൽ കയറിയിരിക്കുന്ന ഇവിടെ വൃത്തികെട്ടവനെ, ഇനി നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്ന? പ്രണവ് എന്ന് പറഞ്ഞ് വിളിക്കുമോ? വിളിച്ചോളൂ, വിളിക്കുന്നതിന് മുന്നേ ഈ മൊബൈലുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ മുന്നിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ശിവാനി ആകെ ഞെട്ടിപ്പോവാണ്. താൻ ഗർഭിണിയല്ലെന്നും തൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലെന്നും പ്രണവിനെ പറ്റിക്കുകയാണെന്നൊക്കെ ഡോക്ടറും ശിവാനിയും തമ്മിൽ സംസാരിക്കുന്ന ആ സംസാരം കേൾക്കുമ്പോൾ ആകെ ശിവാനി ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ശിവാനി ഗർഭിണിയല്ലെന്ന സത്യം അറിയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.